നമസ്കാരം. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ നിന്നുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC പ്രസിഡന്റ് K സുധാകരനും നടത്തുന്ന പടയൊരുക്കത്തിൽ VD സതീശൻ താഴെ വീഴുമെന്ന് സൂചനകൾ. ഒറ്റപക്ഷയെ തന്നെ നിൽക്കാൻ കെൽപ്പുള്ള സുധാകരനെ കൂടി കൂട്ടുപിടിച്ചാണ് ചെന്നിത്തലയും KC വേണുഗോപാലും സതീശനെതിരെ ലക്ഷ്യം വെക്കുന്ന അസ്ത്രം രാകുന്നത്. പാർട്ടിയെ പൂർണ്ണമായി സതീശൻ വരുതിയിലാക്കിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ, അത് ശരിയാകുമോ എന്നുള്ള ഉൾഭയം, ഇത് രണ്ടുമാണ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്ത സുധാകരനും വേണുഗോപാലും രംഗത്തിറങ്ങാൻ കാരണം. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സതീശൻ പലവട്ടം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് സുധാകരൻ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. അതും ഇതെല്ലാം മനസ്സിൽ കണ്ടു തന്നെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച ചാണ്ടി ഉമ്മനെ പരസ്യമായി പിന്തുണച്ചാണ് ചെന്നിത്തല സതീശനെതിരായ ആദ്യ കൗണ്ടർ അറ്റാക്ക് നടത്തിയത്. ഉമ്മൻചാണ്ടി പക്ഷക്കാരായ നേതാക്കളെ തനിക്കൊപ്പം നിർത്തിയും സതീശനെ ഒറ്റപ്പെടുത്തിയുമാണ് ചെന്നിത്തല ആളെ കൂട്ടുന്നത്. ഉമ്മൻചാണ്ടി വിഭാഗക്കാരായ മുതിർന്ന നേതാക്കളായ KC ജോസഫ്, ബെന്നി ബെഹനാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, VT ബൽറാം തുടങ്ങിയവരും ചെന്നിത്തലയ്ക്ക് രഹസ്യ പിന്തുണ നൽകുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ അതൃപ്തിയെ ആയുധമാക്കിയാണ് സതീശന്റെ ആധിപത്യത്തെ ചെന്നിത്തല വെല്ലുവിളിക്കുന്നത്. 2026 അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ സതീശൻ നടത്തുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് സതീശൻ വിഭാഗത്തെ ദുർബലമാക്കാൻ AI ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല മുതിർന്ന നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നത്. മുതിർന്ന നേതാക്കളെ കൂട്ടുപിടിച്ച് ചെന്നിത്തല പടയൊരുക്കം നടത്തുമ്പോൾ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കളെ തന്റെ പക്ഷത്ത് നിർത്താനാണ് സതീശന്റെ നീക്കം. സീറ്റ് വിഭജനത്തിന്റെ സമയത്ത് VD സതീശൻ വിഭാഗത്തിന് വെല്ലുവിളി ഉയർത്തി തങ്ങളുടെ നോമിനികളെ പല സീറ്റുകളിലേക്ക് നിർദ്ദേശിക്കാനാണ് ചെന്നിത്തല പക്ഷത്തിന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ നിലവിലെ ഗ്രൂപ്പ് പോര് കോൺഗ്രസിൽ രൂക്ഷമാകാനാണ് സാധ്യത. എല്ലായിടത്തു നിന്നും ഒറ്റപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മൻ പുതിയ ഗ്രൂപ്പ് രൂപീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ സ്ഥിരീകരിക്കാനായില്ല. തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കി KPCC പുനഃസംഘടന നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെന്നുള്ള ആശങ്കയും സുധാകരൻ മാറേണ്ടതില്ല എന്നുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയും കാരണം അത് പാതി വഴിയിലായി.